സഫു ശരിയായില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല. കാലുകൾ ചേർത്ത് നിൽക്കണം. അവർ ഇന്ന് മാറിപ്പോയി, അവർ നാളെ മാറിപ്പോകുന്നു. വീണ്ടും വീണ്ടും അവർ മാറി അവർ പഴയ വഴിയെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നത് കുൻ റബ്ബാനിയൻ വലാ തകുൻ റമദാനിയൻ. എന്താണ്? നീ ഒരു റബ്ബാനി, അള്ളാഹുവിന്റെ ദാസനാണ് ആകേണ്ടത്. നീ ഒരു റമദാനിന്റെ ദാസനാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദാസന്റെ പ്രത്യേകത എന്താണ്? അവൻ മരണം വരുന്നത് വരെയും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. റമദാനിന്റെ ദാസന്റെ പ്രത്യേകത എന്താണ്? അവൻ റമദാനിൽ മാത്രം ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? മാ സലക്കകും ഫീ സഖർ, മാ സലക്കകും ഫീ സഖർ. നിങ്ങളെ ഈ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്തൊന്നാണ്? ഏത് കാരണം മൂലമാണ് നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിച്ചത്? അപ്പോൾ നരകക്കാർ സ്വർഗക്കാർക്ക് കൊടുക്കുന്ന ഏതാനും ചില മറുപടികൾ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം. ഒന്നാമത് അവർ കൊടുക്കുന്ന മറുപടി ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ദുനിയാവിൽ വെച്ച് പള്ളിയിൽ നിന്നും ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫലാ എന്ന ബാങ്കിന്റെ ഒലികൾ കേട്ടപ്പോൾ, ആ ബാങ്കുലികൾ കേട്ടപ്പോൾ ആ ബാങ്കിന് ഞങ്ങൾ ഉത്തരം നൽകിയില്ല. ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ നമസ്കാരക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല. അതാണ് ഈ സഖർ എന്ന നരകത്തിൽ ഞങ്ങൾ ആപതിക്കാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് അവർ പറയും. രണ്ടാമതായി പറയുന്നത് വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ, ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും സുഭിഷ്ടമായി ഭക്ഷണം കഴിച്ചപ്പോൾ, നല്ല ജീവിതം നയിച്ചപ്പോൾ, എന്നോടൊപ്പം സമൂഹത്തിൽ അള്ളാഹു പരീക്ഷിച്ച ഒരുപാട് പാവപ്പെട്ടവരുണ്ടായിരുന്നു, ഒരുപാട് സാധുക്കളുണ്ടായിരുന്നു. ആ സാധുക്കളെ മൈൻഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല, അവരെ പരിഗണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, വിശക്കുന്ന ആ വയറുകൾക്ക് ആഹാരം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് നരകക്കാർ സ്വർഗക്കാരോട് പറയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, പാവപ്പെട്ടവരുടെ ഭക്ഷണ കാര്യത്തിൽ റമദാനിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അറിവിൽ ഒരു മനുഷ്യരും പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ ഇനിയുള്ള ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഈ ഈദിന്റെ സുദിനത്തിൽ പ്രതിജ്ഞ എടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവരോട് സംസാരങ്ങൾ നടത്തണം, അവരുടെ വാങ്ങിൽ ഒരു ഭക്ഷണം വെച്ച് കൊടുക്കണം, സഹോദരങ്ങളെ കണ്ടുമുട്ടണം. ആ നിലയിൽ ആരാധനയ്ക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതേപോലെ സഹോദരിമാരോടും യുവാക്കളോടായി പറയുന്നത്, ഇസ്ലാമിന്റെ ചാരത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കണം, ഇസ്ലാമിന്റെ ചാരത്ത് ജീവിക്കാൻ ആഗ്രഹിക്കും. പുതിയതായിട്ട് അതാണ് പഠിപ്പിക്കുന്നത്, മര്യാദകൾ സംസാരിക്കാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് മക്കൾ മാതാപിതാക്കളോട് പെരുമാറുന്നത് ശരിയല്ല എന്ന് നമ്മോടൊപ്പം ഉണ്ട്. പ്രിയമുള്ളവരെ, അദ്ദേഹം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട അംഗമാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു വീട് അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. അതിങ്ങനെ ആരാധിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു എല്ലാവരും നൽകുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന വിശ്വാസ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾക്ക് എത്രയും വേഗം നമുക്ക് നീ മോട്ടിൽ നൽകണമേ. അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب قريب يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم لا تجعل وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. ഈദ്ഗാഹിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പാലാങ്കുളം ജമീൽ നേതൃത്വം നൽകി.